തിരുവനന്തപുരത്തേക്ക് നമുക്കൊന്ന് പോകാം. ജനറൽ ആശുപത്രിയിൽ ഉൾപ്പെടെ ശുചിമുറികൾ ദുർഗന്ധം കൊണ്ട് കയറാനാകാത്ത അവസ്ഥയിലാണ്. റഹീസ് റഷീദ് ഉണ്ട് അവിടെ. റഹീസ് റഷീദ്, ഗുഡ് ഈവനിംഗ്. മൂക്കുപൊത്താതെ അങ്ങോട്ടേക്ക് പോയി നിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണോ റഹീസ്? ഗുഡ് ഈവനിംഗ് സുജയ പറഞ്ഞ ഒരു സാഹചര്യമാണ് ജനറൽ ആശുപത്രി അടക്കമുള്ള സ്ഥലങ്ങളിലുള്ളത്. നമ്മൾ അല്പസമയം മുമ്പ് തിരുവനന്തപുരം നഗരത്തിലെ സർക്കാർ ആശുപത്രികൾ, ഒപ്പം ചില കംഫർട്ട് സ്റ്റേഷനുകൾ, പൈസ കൊടുത്ത് ആളുകൾ ശൗചാലയം ഉപയോഗിക്കുന്ന 10 രൂപയൊക്കെ കൊടുത്ത് ഉപയോഗിക്കുന്ന കംഫർട്ട് സ്റ്റേഷനുകളിലൊക്കെ പോയി. മിക്ക സ്ഥലത്തും ഇപ്പോൾ തിരുവനന്തപുരം ജനറൽ ആശുപത്രി ആണെങ്കിൽ തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട ഒരു സർക്കാർ ആശുപത്രിയാണ്. ആ ആശുപത്രിയിൽ നമ്മൾ കാഷ്വാലിറ്റിയുടെ സമീപത്തുള്ള ഒരു ശൗചാലയത്തിലാണ് പോയത്. അതായത് പെട്ടെന്ന് ആളുകളെ ട്രീറ്റ്മെൻറ്റിന് കൊണ്ടുവരുമ്പോൾ അവർക്ക് ചില മൂത്രവും മറ്റും പരിശോധിക്കേണ്ട സമയത്ത് കയറേണ്ട ശൗചാലയത്തിലേക്ക് പോയ അവസ്ഥ. അങ്ങോട്ടേക്ക് കയറിപ്പോകാൻ പോലും കഴിയാത്ത തരത്തിലുള്ള സ്മെല്ലാണുള്ളത്. മിക്ക ഇതിലും വെള്ളമില്ലാത്ത അവസ്ഥ. അതിനകത്ത് മറ്റെന്തൊക്കെയോ അവശിഷ്ടങ്ങൾ മുറുക്കിയിട്ട് തുപ്പിയിരിക്കുന്നു. ആ തരത്തിലുള്ളൊരു അവസ്ഥയാണ് ജനറൽ ആശുപത്രിയിലെ നമുക്ക് പെട്ടെന്ന് കയറാൻ പറ്റുന്ന ഒരു ശൗചാലയത്തിൽ പോയപ്പോൾ അവസ്ഥ. മറ്റ് പല സ്ഥലങ്ങളിലെയും കംഫർട്ട് സ്റ്റേഷനുകളിൽ പോകുമ്പോൾ അവിടെ ബാത്റൂം ഉപയോഗിച്ചതിന് ശേഷം കഴുകാനുള്ള വെള്ളം, അതായത് ആ ടാപ്പ് പോലും മിക്ക സ്ഥലത്തുമില്ല. ചില സ്ഥലങ്ങളിൽ വെള്ളം പോലുമില്ല. നമ്മൾ അതേക്കുറിച്ച് താഴെ വന്നത് നടത്തുന്ന ആളുകളോട് ചോദിക്കുമ്പോൾ മിക്ക സ്ഥലങ്ങളിലും അവർക്കറിയില്ല. കാരണം പുറത്തുനിന്ന് വന്ന ഇതര സംസ്ഥാന തൊഴിലാളികളെയാണ് അവിടെ പൈസ വാങ്ങാൻ വേണ്ടി ഇരുത്തിയിരിക്കുന്നത്. ഇനി അവിടെ പൈസ ആളുകളോട് വാങ്ങി നടത്തുന്ന സ്ഥാപനമാണെങ്കിൽ പോലും അവിടെ വെള്ളമില്ല. അവിടെ ഉപയോഗിക്കുന്ന ആളുകൾ വെള്ളം ഒഴിക്കാത്ത അവസ്ഥ. നടത്തേണ്ടതല്ലേ? ഒരു പരിശോധനയും നടത്താതെ ഒരു ശൗചാലയം ഉണ്ടാക്കി അവിടെ ഇട്ട് അതിന് ആവശ്യമായിട്ടുള്ള ശുചിമുറിക്കകത്തെ സംവിധാനങ്ങളൊക്കെ ഒരുക്കി കഴിഞ്ഞ് അവിടെ നിന്ന് പോയാൽ ഇതങ്ങ് നടന്നോളും എന്നാണോ? ഇതിന്റെ പരിപാലനം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ? പ്രത്യേകിച്ചും എന്തൊക്കെ രോഗങ്ങളാണ് ശുചിത്വം പാലിക്കാത്തത് മൂലം സമൂഹത്തിൽ ഉള്ള ആളുകൾക്ക് ഉണ്ടായി വരുന്നത്. അപ്പോൾ ഈ ശുചിമുറികളുടെ കാര്യത്തിൽ അത് നിർമ്മിച്ചിട്ട് ഒരു കെട്ടിടം നിർമ്മിച്ചിട്ടാൽ മാത്രം പോരല്ലോ, അതിന്റെ പ്രവർത്തനം അത് കാലാകാലങ്ങളിൽ കൃത്യമായി വിലയിരുത്തേണ്ടതല്ലേ? അത് എന്തുകൊണ്ട് നടക്കുന്നില്ല റഹീസ്? ഇതിനൊന്നും ആരുമില്ലേ നോക്കാനൊന്നും? സുജി, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മളൊരു ശൗചാലയം നിർമ്മിച്ച് അവിടേക്ക് പൈസ കൊടുത്ത് ആളുകളെ പ്രവേശിപ്പിക്കുന്ന സംവിധാനത്തിൽ പോലും തിരുവനന്തപുരത്താണെങ്കിൽ കോർപ്പറേഷനാണ് അവിടെ കൃത്യമായി പരിശോധനകൾ നടത്തേണ്ടത്. ആ സംവിധാനം കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടോ? അവിടെ വൃത്തിയുണ്ടോ? അവിടെ മറ്റ് സൗകര്യങ്ങളുണ്ടോ? അവിടെ എത്തുന്ന ആളുകൾക്ക് 5 രൂപയും മൂത്രമൊഴിക്കാൻ 5 രൂപയും മറ്റാവശ്യങ്ങൾക്ക് 10 രൂപയും കൊടുത്ത് കയറുന്ന ഒരു സ്ഥലത്ത് അതിനുള്ള പ്രാഥമിക സൗകര്യങ്ങളെങ്കിലും ഉണ്ടോ എന്ന് ആഴ്ചയിലോ മാസത്തിലോ എന്നല്ല, ഒരു 6 മാസം കൂടുമ്പോഴെങ്കിലും പരിശോധന നടത്തിയിട്ടുണ്ട് എന്ന് ആ പരിശോധന നടക്കുന്നില്ല എന്നത് വ്യക്തമാണ് റഹീസ്. നമ്മൾ അവിടെ കണ്ട കാഴ്ച അതാണ്. ഇങ്ങനെ വൃത്തികെട്ട് കിടക്കുന്നത് അവിടെ കൃത്യമായ പരിശോധനകൾ ഇല്ലാത്തത് കൊണ്ടാണ്. അധികൃതരുടെ ശ്രദ്ധ ഈ വിഷയത്തിൽ ഉണ്ടാകേണ്ടതാണ്. അത് എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ആവശ്യമുള്ളതാണല്ലോ ഈ ശുചിമുറി സൗകര്യം എന്ന് പറയുന്നത്.